ഞാൻ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇത്തരമൊന്നും തുറന്നു പറയില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുമ്പോ ആളുകൾ കേൾക്കുമ്പോ പറയും സെന്റിമെന്റ്സിന് വേണ്ടി പറയാം. ഞാൻ സെന്റിമെന്റ്സ് അല്ല. ഉമ്മ എന്ന് പറയുന്ന ആള് എല്ലാ ജോലിക്കും പോയിരുന്ന എന്നും അരിമണി വറുത്തിട്ട് അതായിരുന്നു ഞങ്ങളെ കടി. ആദ്യം ഈ അരിമണി വറുത്താൽ പൊടിച്ചിട്ട് അതിൽ ചായ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലാവും എന്നുള്ളൊരു വിശ്വാസം. ഇതൊന്നും വീർക്കുമല്ലോ ഈ അരിമണിയുടെ പൊടി വറുത്തത്. അന്ന് മദ്രസയിലെത്തിയ ഉസ്താദ് ചോദിക്കും എല്ലാവരോടും ഇന്ന് എന്തായിരുന്നു ചായക്കടി, എല്ലാവരും പത്തിരി പറയും, മറ്റുള്ളതൊക്കെ പറയും. ഞങ്ങളെന്നും പറയും ചൂലപ്പം. ചൂലപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇത് അരിമണി വറുത്തതാ. ഞാൻ എൻ്റെ ജ്യേഷ്ഠനും ഞാനൊക്കെ എൻ്റെ വീടൊരു കളിമണ്ണ് കൊണ്ട് തേമ്പിയ വീടായിരുന്നു. അപ്പൊ അവിടുന്ന് കോമ്പസേറ്റ് ചോറിലേക്ക് ചമ്മന്തിയിലെ ഇത് മാറാൻ വേണ്ടിയിട്ട് മിളക് ചമ്മന്തി നമുക്ക് ദിവസം കറിയുണ്ടായിരുന്നു. ഞാനൊന്ന് ആംപ്ലേറ്റ് ഒന്നും കൊണ്ടുപോയി സ്കൂളിലേക്ക് കൊണ്ടുപോയില്ല. എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ചോറിൻ്റെ ഡപ്പ തുറന്നു കഴിഞ്ഞാൽ ആംപ്ലേറ്റ് ഉണ്ടാവും. നീ എന്താ കൊണ്ടാത്തതെന്ന് വെച്ചാൽ പറയാം, ഞാൻ കഴിക്കില്ല, എനിക്ക് ഭയങ്കര പ്രശ്നം അത് വയറിനാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹം കോയമുട്ട. ഞാൻ പറയല്ലേ, ഇന്ന് വെളിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക വലിയ മീനുകളൊന്നും കഴിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻ കഴിച്ചില്ല ഞാനൊരു മത്തിക്കറിയായിരുന്നു. ആ മത്തിക്കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉമ്മാക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറേ ദിവസം കിടന്നു. അപ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ നമുക്ക് ചോറ് തരുമെങ്കിലും ഇങ്ങനെ പറയും നമുക്ക് ഭയങ്കര പൂതി മീൻ കൂട്ടാൻ. അപ്പം അമ്മ പറയും നമുക്ക് പോകാൻ. അപ്പോൾ ഒരു 4 മണി സമയത്ത് ഒരു മീൻകാരൻ വരിക എൻ്റെ വീടിൻ്റെ പഠിക്കാൻ. അയാളേൽ 12.5 കിലോ മത്തി ഉണ്ടായിരുന്നു. ഞാൻ അതൊരിക്കലും ഒരു ഇന്റർവ്യൂ പറഞ്ഞില്ല കേട്ടോ, ഇപ്പോൾ പറയാം, ഞങ്ങൾ കരഞ്ഞിട്ടില്ല വെച്ചിട്ട് പറയാം. ഞങ്ങൾ ഈ രുചിയുടെ കാര്യം ചോദിച്ച കാരണം പറയാം. 12.5 കിലോ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ കുടലൊക്കെ പൊട്ടിയത് ചീഞ്ഞ മത്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുടലൊക്കെ പൊട്ടിയൊരു മത്തിയായിരുന്നു. അപ്പൊ അയാള് പറഞ്ഞു ഇത് അപ്പോൾ തൊട്ട വീട്, എൻ്റെ വീട് കഴിഞ്ഞാലുള്ള വലിയൊരു തറവാട്ടേരെ വീടാണ്. ആ വീട്ടിലത്തെ ആള് വന്നു, എന്താ തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 40 രൂപ, 12 കിലോ മത്തിക്ക് 40 റുപ്യക്ക് ഇയാൾ വാങ്ങാൻ മൊത്തം. എന്നോട് തന്നെ എടാ നീ ആ മൈദാക്കട പീടിയെ പോയിട്ട് കുറച്ച് ഉപ്പ് വാങ്ങിയിട്ട് വന്നാൽ. ഞാൻ തന്നെയാണ് 3 പാക്കറ്റ് ഉപ്പ് വാങ്ങി കൊടുന്നു. ഇത് മിക്സ് ചെയ്തു, കൈക്കോട്ട് ഞാൻ തന്നെ എടുത്ത് ഒരു തെങ്ങിന്റെ കടയിൽ ഇതാക്കിയിട്ട് 3 തെങ്ങിന്റെ അടക്കൽ ഇത് ഇടിപ്പിച്ചു. നമ്മളപ്പങ്ങൾ ആഗ്രഹിക്കുക അതിനൊരു 4 നമുക്ക് കിട്ടിയ നമ്മളാഗ്രഹം കുടൽ പൊട്ടിയൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ അന്ന് ഞാനത് വീട്ടിൽ പറയും ചെയ്തു, ഉമ്മ അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. ഇത് പിന്നീട് ആഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ്ട് അതോ 2ന്റെ അന്നാണ്ട് ഞാനും എൻ്റെ ഒക്കെ വിളക്കെടുത്ത് പോയി മാന്തിയിട്ട് കഴിച്ചിട്ടുണ്ട്. അത് സത്യം പറയണം, ഞാനൊരു പാട്ടുകാരനായ ഈ തൊണ്ട കൊണ്ടാണല്ലോ, ഈ തൊണ്ട വെച്ച് പറയാം. അതാണ് ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള മീൻ.